2015 റിലീസായ ഒരു ഫാന്റസി ആക്ഷൻ മൂവിയാണ് ലാസ്റ്റ് വിച്ച് ഹണ്ടർ. കുറെ ചീത്ത മന്ത്രവാദികളും അവരിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്ന ഹീറോയുടെയും കഥയാണിത്. 800 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കഥ നടക്കുന്നത്. നമ്മുടെ നായകനായ കോൾഡറും അയാളുടെ കൂട്ടുകാരും മന്ത്രവാദികളെ പിടിക്കുന്നവരായി പ്രവർത്തിക്കുകയാണ്. കാരണം ഒരു മന്ത്രവാദിനിയുടെ ശാപം മൂലം കോൾഡറുടെ നഗരത്തിൽ പ്ലേഗ് എന്ന മഹാരോഗം പടർന്നു പിടിക്കുകയും അവരുടെ ഉറ്റവരെല്ലാം മരണപ്പെടുകയും ചെയ്തു. തങ്ങളുടെ നഗരം ബ്ലാക്ക് പ്ലേഗ് അസുഖം കൊണ്ട് ശപിച്ച ആ മന്ത്രവാദിനിയെ തേടിയാണ് കോൾഡറും കൂട്ടരും നടക്കുന്നത്. ആ മാരക അസുഖം മൂലം അവരുടെ ടൗണിലുള്ള നിരവധി കുടുംബങ്ങൾ ഇല്ലാതായി. അങ്ങനെ ഈ മന്ത്രവാദിനിയെ നോക്കി കാടിന് നടുവിലെത്തിയപ്പോൾ മന്ത്രവാദിനികളുടെ രാജ്ഞിയെ അവർ കണ്ടെത്തുന്നു. അവരാണ് കോൾഡറിനും മറ്റും സംഭവിച്ച നാശങ്ങൾക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ അവർ ആ രാജ്ഞിയെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ മന്ത്രവാദിനിയല്ലേ ആള്. അവർ ആദ്യത്തെ സൈനികന്റെ വായിൽ നിന്നും ഈച്ചകളുടെ ഒരു കൂട്ടത്തെ വരുത്തി അയാളെ കൊല്ലുന്നു. ശേഷം മരിച്ചുപോയവരുടെ ശവശരീരങ്ങളെ ഉണർത്തി അവയെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ആക്രമിക്കാൻ ആ രാജ്ഞി ശ്രമിക്കുകയാണ്. വലിയൊരു ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. കോൾഡറിന്റെ കൂട്ടുകാർ മന്ത്രവാദിനി കൊണ്ടുവരുന്ന ജീവികളെ നേരിടുമ്പോൾ കോൾഡർ മന്ത്രവാദിനിക്ക് പുറകെ പോകുന്നു. പക്ഷെ പകരം തന്റെ മരിച്ചുപോയ കുടുംബത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കളിപ്പാട്ടമാണ് അയാൾക്ക് കണ്ടെത്താനായത്. മന്ത്രവാദിനി അവരുടെ ശക്തി ഉപയോഗിച്ച് കോൾഡറെ മായാലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇതൊന്നും റിയൽ അല്ല എന്ന് കോൾഡർ മനസ്സിലാക്കുന്നു. ഇല്യൂഷനിൽ നിന്നും പുറത്തു വന്ന കോൾഡർ മന്ത്രവാദിനിയുമായി ഏറ്റുമുട്ടാൻ തുടങ്ങി. അവർ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് കോൾഡറിനെ മരത്തിലെ വലിയൊരു കുഴിയിലേക്ക് ഇടുകയും വേരുകൾ ഉപയോഗിച്ച് അവന്റെ കൈകളും കാലുകളും ബന്ധിക്കുകയും ചെയ്തു. കോൾഡർ തന്റെ വാൾ ഉപയോഗിച്ച് അവിടെ മുഴുവൻ തീ പടർത്തുന്നു. കൂടാതെ മന്ത്രവാദിനിയെ വാൾ ഉപയോഗിച്ച് കുത്തുകയും ചെയ്യുന്നു. ആ കുത്തേറ്റ് മരിക്കുന്നതിനിടയിൽ അവർ കോൾഡറിനെ ശപിക്കുന്നു. കോൾഡർ ഒരിക്കലും മരിക്കാതിരിക്കുകയും വേദനയും കഷ്ടപ്പാടുകളും അനുഭവിച്ച് കാലങ്ങളോളം ഒറ്റപ്പെട്ട് ജീവിക്കുമെന്നാണ് അവർ ശപിച്ചത്. വർത്തമാന കാലത്തിലേക്ക്, അതായത് ഇന്നത്തെ കാലത്ത് കോൾഡർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മന്ത്രവാദികളെ വേട്ടയാടുന്ന ആള് തന്നെയാണ് അയാൾ ഇപ്പോഴും. അന്നത്തെ കാലം മാറിയെന്ന് മാത്രം. അയാൾ ഇപ്പോൾ വിമാനത്തിൽ ഒരു യാത്രയിലാണ്. കോൾഡർ വിമാനത്തിന്റെ ഗ്ലാസ് വിൻഡോയിലേക്ക് ശ്വസിച്ചപ്പോൾ അതിലൊരു സിംബൽ തെളിയുന്നു. അതായത് അവിടെ മാജിക് ഉണ്ടെന്നാണ് അത് വെളിവാക്കുന്നത്. ഒരു കുപ്പിയിലെ വെള്ളത്തിൽ ഒരു പിന്നിട്ട ശേഷം അതിനെ ഒരു കോമ്പസായി ഉപയോഗിക്കുകയാണ് അയാൾ. അതുപയോഗിച്ച് അയാൾ മന്ത്രവാദിനിയെ കണ്ടെത്തുന്നു. ശേഷം അതിനടുത്തിരിക്കുന്ന ആളുടെ ദേഹത്ത് വെള്ളം വീഴ്ത്തി അയാളെ അവിടെ നിന്നും മാറ്റുന്നു. ആ മന്ത്രവാദിയുടെ ബാഗിൽ അതിപുരാതനമായ എന്തോ ഉണ്ട്. റൂണുകൾ എന്നാണ് അതിനെ പറയുന്നത്. അതുമൂലം അവിടെ ഒരു കൊടുങ്കാറ്റും മഴയും ഉണ്ടാകുകയാണ്. വിമാനം ശക്തിയായി കുലുങ്ങാൻ തുടങ്ങി. വിമാനം അപകടത്തിൽപ്പെടുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ കോൾഡർ റൂണുകൾ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. അതോടെ ആ കൊടുങ്കാറ്റ് അവിടെ നിന്നും ഇല്ലാതാകുന്നു. കോൾഡർ തന്റെ ഉറ്റ സുഹൃത്ത്, അതായത് 36ാമത്തെ ഡോലനെ കാണുന്നു. അയാളും കോൾഡറും എല്ലാം ആക്സ് ആൻഡ് ക്രോസ് ഓർഗനൈസേഷന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഈ ഡോലാൻ എന്ന് പറഞ്ഞാൽ മന്ത്രവാദികളെ പിടികൂടാൻ കോൾഡറിനെ സഹായിക്കുന്നയാളാണ്. പ്രായമാകുമ്പോൾ ഓരോ ഡോലനും അവരുടെ സ്ഥാനമൊഴിയും. ആ സ്ഥാനത്തേക്ക് പുതിയ ഡോലൻ വരും. മന്ത്രവാദികൾ ഇപ്പോഴുമുണ്ട്. അവരെ മനുഷ്യരോടൊപ്പം താമസിക്കാൻ അനുവദിക്കുന്നുമുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം: മാജിക് സാധാരണ മനുഷ്യർക്കെതിരെ പ്രയോഗിക്കാൻ പാടില്ല. സമാധാനം പുനഃസ്ഥാപിക്കേണ്ട അവസ്ഥ വരുമ്പോൾ മാത്രമേ കോൾഡർ ഇടപെടാറുള്ളൂ. 50 വർഷത്തെ സേവനത്തിന് ശേഷം 36ാമത്തെ ഡോലാൻ ഉടനെ വിരമിക്കും. അതുകൊണ്ട് തന്നെ കോൾഡർ അദ്ദേഹത്തിന് പ്രാചീനമായ ഒരു പേന സമ്മാനമായി നൽകുന്നു. കൂടാതെ അദ്ദേഹം 37ാമത്തെ ഡോലനെ തിരഞ്ഞെടുത്ത വിവരവും കോൾഡർ അറിയുന്നു. കോൾഡറിനെ അയാളുടെ പ്രവർത്തികളിൽ സഹായിച്ചോളാം എന്ന് പ്രതിജ്ഞയെടുത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. അടുത്ത സീനിൽ കാണിക്കുന്നത് 36ാമത്തെ ഡോലാൻ കാറിൽ വീട്ടിലേക്ക് പോകുന്നതാണ്. നിഗൂഢനായ ബീലിയൽ എന്നു പേരുള്ള ഒരു വ്യക്തി 36ാം ഡോലനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം 36ാമത്തെ ഡോലാൻ ഉറക്കത്തിൽ മരിച്ചുവെന്ന വാർത്ത കോൾഡറെ ഫോണിലൂടെ അറിയിക്കുന്നു. വാർത്തയറിഞ്ഞ് തകർന്നുപോയ കോൾഡർ 37ാമത്തെ ഡോലനെ ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്യുന്ന ചടങ്ങിലേക്ക് പോകുന്നു. ചടങ്ങിൽ പുതിയ ഡോലന്റെ കയ്യിൽ ചുട്ടുപഴുത്ത ലോഹവസ്തു കൊണ്ട് ഒരു മാർക്ക് ഇടുന്നുണ്ട്. ശേഷം അവർ രണ്ടുപേരും കൂടി മരണപ്പെട്ട ഡോലാന്റെ വീട്ടിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ മരണം അന്വേഷിക്കുകയാണ് അവരുടെ ലക്ഷ്യം. കോൾഡർ സാധാരണയുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് അവിടെ മാജിക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഗ്ലാസ്സിലേക്ക് നിശ്വസിക്കുക, ലൈറ്റർ കത്തിച്ച് നോക്കുക, അങ്ങനെയൊക്കെ. പക്ഷെ അവർക്കൊരു തെളിവും ലഭിച്ചില്ല. പക്ഷെ പോകുവാൻ നേരം ചത്തു കിടക്കുന്ന 3 പ്രാണികളെ കോൾഡർ ശ്രദ്ധിക്കുന്നു. സംശയം തോന്നിയ കോൾഡർ തറയിൽ ഒരു പ്രത്യേകതരം പൊടി വിതറുന്നു. അതോടെ അവിടെ ഒരു പെന്റഗ്രാം തെളിഞ്ഞു വരുന്നു. അത് പൊട്ടിത്തെറിക്കുകയും ഭിത്തികൾ മുഴുവൻ റൂണുകൾ തെളിഞ്ഞു വരികയും ചെയ്യുന്നു. അതായത് ആ മുറി മുഴുവൻ അപൂർവമായ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് ശപിച്ചിരിക്കുന്നു. 36ാമത്തെ ഡോലാൻ മരിച്ചതല്ല, ആരോ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് കൊന്നതാണ്. കൂടുതൽ തിരഞ്ഞപ്പോൾ കോൾഡർ അദ്ദേഹത്തിന് നൽകിയ പേനയും കാണാതായിരിക്കുന്നു. കൂടാതെ ഒരു ബുക്കും അതിൽ ചോര പുരണ്ട ഒരു ഫിംഗർ പ്രിന്റും കോൾഡർ കാണുന്നു. കോൾഡറിന് പുതിയ ഡോലനെ സംശയം തോന്നുന്നു. എന്നാൽ തന്റെ പൊള്ളിയ കൈ കാണിച്ചുകൊണ്ട് താൻ നിരപരാധിയാണ് എന്ന് കോൾഡറിന് മനസ്സിലാക്കി കൊടുക്കുന്നു. അവൻ ചെറുതായിരുന്നപ്പോൾ ചില മന്ത്രവാദികൾ അവന്റെ വീട് അഗ്നിക്കിരയാക്കി. അതിൽ നിന്നും പുതിയ ഡോലാനെ സംരക്ഷിച്ചത് കോൾഡർ തന്നെയാണ്. ശേഷം അവിടെയുള്ള ബേക്കറിയിലേക്ക് രണ്ടുപേരും കൂടി പോവുകയാണ്. ബേക്കറിയുടെ അടുക്കളയിലേക്ക് കയറി അവർ കാണുന്നത് വളരെ ശക്തനായ മന്ത്രവാദിയായ മാക്സ് നിയമവിരുദ്ധമായ ചില വിൽപ്പനകൾ അവിടെ നടത്തുന്നതാണ്. കോൾഡറിനെ കണ്ട അയാൾ ഒരു കൂട്ടം ചിത്രശലഭങ്ങളുടെ രൂപത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കോൾഡർ ആ ചിത്രശലഭങ്ങളെ ഒരു കുപ്പിയിലാക്കുന്നു. അതുവഴി മാക്സിനെ തടയുകയും ചെയ്യുന്നു. ശേഷം കോൾഡർ അയാളോട് കൊലയാളിയെ പറ്റി ചോദിച്ചു തുടങ്ങി. ഡാർക്ക് മാജിക് ഉപയോഗിക്കുന്ന ആരെയും തനിക്കറിയില്ലെന്ന് മാക്സ് പറയുന്നു. എന്നാൽ ഭീഷണി സ്വരത്തിൽ കോൾഡർ ചോദിച്ചതും താൻ ഒരു പ്രത്യേകതരം
ചെടി ഒരാൾക്ക് കൊടുത്തുവെന്നും മാക്സിന് കണ്ണ് കാണാൻ കഴിയാത്തതിനാൽ ആളെ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നും അയാളുടെ ശരീരത്തിൽ നിന്നും ആർസനിക്കിന്റെയും ചീഞ്ഞ ആപ്പിളിന്റെയും ഗന്ധം ലഭിച്ചിരുന്നുവെന്നും മാക്സ് കോൾഡറിനോട് പറയുന്നു. അതോടെ അയാളെക്കുറിച്ചൊരു ഏകദേശ രൂപം കോൾഡറിന് ലഭിക്കുന്നു. അയാൾ ആപ്പിൾ മരത്തിനടുത്ത് ഫ്യൂണറൽ പാർലറിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയ കോൾഡർ ഡോലാനെ തിരികെ വീട്ടിലേക്ക് വിടുന്നു. ശേഷം സ്വയമേ ആ മന്ത്രവാദിയെ പറ്റി അന്വേഷിക്കുവാൻ തുടങ്ങി. അതേസമയം റോഡിലൂടെ നടന്നു വരുന്ന ഒരു കുട്ടി താഴെ കരടി രൂപത്തിലുള്ള പല നിറങ്ങളിലുള്ള ജെല്ലി മിഠായി ഒരു വരി പോലെ കിടക്കുന്നത് കാണുന്നു. അത് കണ്ട ആ കുട്ടി ആ മിഠായിയുടെ പുറകെ പോകുന്നു. അങ്ങനെ നടന്ന് കരടി രൂപത്തിലുള്ള പല നിറങ്ങളിലുള്ള മിഠായി തരുന്ന മരത്തിനടുത്തെത്തുന്നു. അവിടെ ബീലിയൽ എന്നൊരു മന്ത്രവാദി നിൽപ്പുണ്ടായിരുന്നു. ആ കുട്ടി മരത്തിന് താഴെയുള്ള മിഠായി പെറുക്കിയെടുക്കാൻ തുടങ്ങിയതും കോൾഡർ ആ കുട്ടിയെ തടയുകയും അത് ചീഞ്ഞ ആപ്പിളാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്ത് പുതിയ പോലെ നിന്നിരുന്ന വീട് പെട്ടെന്ന് പഴകിയ ഒരു വീടായി മാറി. കോൾഡർ ആ വീടിനുള്ളിലേക്ക് കടന്നതും ഭയന്നു നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ കാണുന്നു. കോൾഡർ അടുത്ത് ചെന്നപ്പോഴാണ് അത് രൂപം മാറിയ എലിക് എന്ന വാർലോക്ക് ആണെന്ന് മനസ്സിലാക്കുന്നത്. അയാൾ കോൾഡറിനെ ആക്രമിക്കുകയും കയ്യിൽ കുത്തി പരിക്കേൽപ്പിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. കോൾഡറിന്റെ മുറിവ് തനിയെ ഉണങ്ങുന്നു. എന്നാൽ കോൾഡർ എലിക്കിനെ പിന്തുടർന്നു. ഒടുവിൽ എലിക്കിനെ കണ്ടെത്തിയ കോൾഡർ കത്തി ഉപയോഗിച്ച് അയാളെ ഭിത്തിയിൽ തറയ്ക്കുന്നു. താൻ ഡോലിന് ഗിഫ്റ്റായി കൊടുത്ത പേന കോൾഡർ അവിടെ നിന്നും കണ്ടെത്തുന്നു. ശേഷം എലിക്കിന്റെ തലക്കടിച്ച് അയാളെ ബോധം കെടുത്തുന്നു. കോൾഡർ അയാളെ മന്ത്രവാദികളുടെ കൗൺസിലിലേക്ക് കൊണ്ടുപോകുന്നു. വിവരങ്ങൾ അറിഞ്ഞ 37ാമത്തെ ഡോലാൻ ദേഷ്യത്തിൽ എലിക്കിനെ ഇടിക്കുന്നു. കൗൺസിൽ ലീഡറായ ഗ്ലേസർ കാർഡ് റീഡിംഗ് ഉപയോഗിച്ച് എലിക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു. അയാൾ ഉപയോഗിച്ച ശക്തമായ സ്പെൽ നോക്കുമ്പോൾ എലിക്ക് ഒറ്റക്കല്ല ഇത് ചെയ്തിട്ടുണ്ടാകുക എന്ന് കോൾഡർ പറയുന്നുണ്ടെങ്കിലും ഗ്ലേസർ അത് ചെവിക്കൊണ്ടില്ല. സെന്റിനൽ എന്നറിയപ്പെടുന്ന ഭീകരനായ ജീവിയെ ഗ്ലേസർ കൊണ്ടുവരുന്നു. ശേഷം എലിക്കിനെ ആ ജീവിക്ക് വിട്ടുകൊടുക്കുന്നു. എലിക്കിനെയും വലിച്ചുകൊണ്ട് സെന്റിനൽ ഉള്ളിലേക്ക് പോകുന്നു. അതേസമയം ചത്തുകിടക്കുന്ന ഒരു പ്രാണിയെ ഗ്ലേസറിന്റെ വസ്ത്രത്തിൽ നിന്നും കോൾഡർ കണ്ടെത്തുന്നു. അതുവഴി കോൾഡറിന് ഒരു ഐഡിയ തോന്നുന്നു. 36ാമത്തെ ഡോലിന്റെ ശവശരീരം കോൾഡർ പരിശോധിക്കുകയും മെഴുകുതിരി ഉപയോഗിച്ച് മാജിക്കിന്റെ സാന്നിധ്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ശേഷം ഡോലന്റെ കഴുത്ത് പരിശോധിക്കുമ്പോൾ വീണ്ടും ചത്ത പ്രാണിയെ ലഭിക്കുന്നു. അതുവഴി ഡോലൻ മരിച്ചിട്ടില്ല എന്ന് കോൾഡർ മനസ്സിലാക്കുകയാണ്. ശക്തമായ ഒരു മാജിക് കൊണ്ട് അയാളെ ബന്ധിച്ചിരിക്കുകയാണ്. ആ ബന്ധനത്തിൽ നിന്നും അല്ലെങ്കിൽ ശാപത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അത് ചെയ്ത ആൾ മരിക്കണം. എന്നാൽ എലിക്ക് മരിച്ചതിനാൽ അയാൾ മറ്റാർക്കോ വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് കോൾഡർ മനസ്സിലാക്കുന്നു. കൂടാതെ 36ാമത്തെ ഡോലന്റെ വിരലിൽ ഒരു മുറിവും കോൾഡർ കാണുന്നു. കോൾഡർ വീണ്ടും ആ ബുക്ക് ചെക്ക് ചെയ്യുന്നു. അതിൽ മനഃപൂർവ്വം ചോര കൊണ്ടുള്ള ഫിംഗർ പ്രിന്റുകൾ ഇട്ടിരിക്കുന്നത് കോൾഡർ ശ്രദ്ധിക്കുന്നു. ഫിംഗർ പ്രിന്റുകൾ പതിഞ്ഞ ഭാഗത്തിലെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ അതൊരു സന്ദേശമായിരുന്നു. അതായത് റിമെമ്പർ യുവർ ഡെത്ത്, നിന്റെ മരണം നീ ഓർക്കുക. കോൾഡറിന് തന്റെ പഴയ ജീവിതം ഓർമ്മയില്ലാത്തതിനാൽ കോൾഡർ ഒരു വിച്ച് ബാർ അഥവാ മന്ത്രവാദികളുടെ ബാറിലേക്ക് പോകുന്നു. കോൾഡർ അവിടെ എത്തിയതും ആ ബാറിന്റെ ഉടമ ക്ലോയി ഒഴികെ എല്ലാ മന്ത്രവാദികളും ഭയക്കുന്നു. കോൾഡർ ക്ലോയിയോട് ഒരു മെമ്മറി സ്പെൽ ആവശ്യപ്പെടുന്നു. അവൾ ആദ്യം അതിന് തയ്യാറായില്ല. തന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ ക്ലോയി ആ സ്പെൽ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അവൾ ഒരു മെമ്മറി പോർഷൻ എടുത്ത് ഒരു ചെറിക്കുള്ളിലാക്കി കോൾഡറിന് കഴിക്കാൻ കൊടുക്കുന്നു. അത് കഴിച്ചതും കോൾഡർ കത്തിക്കരിഞ്ഞ ഒരു പ്രദേശത്തേക്ക് എത്തുന്നു. അവിടെ തന്റെ തന്നെ മുട്ടുകുത്തി നിൽക്കുന്ന കരിഞ്ഞ ശവശരീരമാണ് കോൾഡർ കാണുന്നത്. കോൾഡർ കൂടുതൽ കാണാൻ ശ്രമിച്ചതും ബീലിയൽ അങ്ങോട്ടേക്ക് വന്ന് കോൾഡറിനെ ആ സ്പെല്ലിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. ഉണരുമ്പോൾ കോൾഡറിനെ ചങ്ങലയിലൂടെ തറയിൽ ബന്ധിച്ചിരിക്കുകയായിരുന്നു. തന്റെ കൈക്ക് പരിക്കുകൾ ഏൽപ്പിച്ചാണെങ്കിലും ഒരുവിധം കോൾഡർ ഹാൻഡ് കഫിൽ നിന്നും തന്റെ കൈ വലിച്ചൂരിയെടുക്കുന്നു. ശേഷം ഒരു ഉഗ്രം ഫൈറ്റും അങ്ങ് നടക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കോൾഡർ ഇപ്പോഴും ആ സ്പെല്ലിന്റെ എഫക്റ്റിലാണ്. അതുകൊണ്ട് തന്നെ കോൾഡറിന് ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുമൂലം ശരിയായി ഫൈറ്റ് ചെയ്യാനും കോൾഡറിന് സാധിക്കുന്നില്ല. ബീലിയൽ ഈ അവസരം ഉപയോഗിച്ച് ബാർ കത്തിക്കുന്നു. കോൾഡർ അതേസമയം ക്ലോയുടെ കഴുത്തിൽ പിടിക്കുന്നു. മന്ത്രവാദികളുടെ രാജ്ഞി അവളാണെന്ന് കരുതിയ കോൾഡർ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ അവളൊരു പ്രത്യേക പൊടി കോൾഡറിന്റെ മുഖത്തേക്ക് ഇടുകയും സ്പെല്ലിൽ നിന്നും അവനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. കോൾഡർ ബീലിയലിനെ വീണ്ടും പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ബീലിയൽ തറയിൽ വേരുകൾ കൊണ്ട് ദ്വാരമുണ്ടാക്കി രക്ഷപ്പെടുന്നു. ക്ലോയ് ബാറിലെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും ഭൂരിഭാഗവും കത്തിയമർന്നിരുന്നു. തന്റെ ബാറൊക്കെ കത്തിയമരുന്ന് കണ്ട ക്ലോയ് വളരെയധികം വിഷമിക്കുന്നു. കാരണം അത് മാത്രമാണ് അവൾക്ക് വരുമാനമായി ഉണ്ടായിരുന്നത്. എല്ലാവരും പറയുന്ന പോലെ നിങ്ങളൊരു ഭീകരനാണെന്ന് കോൾഡറിനോട് ദേഷ്യത്തിൽ ക്ലോയ് പറയുന്നു. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ബാറാണിത്, അതും പോയി. വൈകുന്നേരം ക്ലോയി തന്റെ അപ്പാർട്ട്മെന്റിൽ വിശ്രമിക്കുകയാണ്. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. അവൾ വേഗം അവിടെയുള്ള ലൈറ്റുകളെല്ലാം ഓണാക്കി. പക്ഷെ അവിടെയുള്ള ലൈറ്റുകളുടെ എല്ലാം പ്രകാശം കൂടി വന്ന് ഒടുവിൽ പൊട്ടിത്തെറിക്കുന്നു. പെട്ടെന്ന് തറയിൽ കൂടി വേരുകളുടെ ഒരു കൂട്ടം വരികയും ക്ലോയി അത് ചുറ്റിവരിഞ്ഞ് നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ക്ലോയി അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവളെ രക്ഷിക്കാനായി കോൾഡറിന്റെ കൈ മുകളിൽ വരുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. ക്ലോയി എന്റെ കൈ പിടിക്കുന്ന കോൾഡർ പറയുന്നുണ്ട്. ക്ലോയി കോൾഡറിന്റെ കയ്യിൽ ഒരുവിധം പിടിക്കുന്നു. ആ നിമിഷത്തിൽ അവൾ കട്ടിലിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. അവളിപ്പോൾ ഉള്ളത് സുരക്ഷിതമായ ഏതോ ബിൽഡിംഗിലാണ്. കോൾഡറും 37ാമത്തെ ഡോലിനും കൂടി ബീലിയലിനെ പറ്റി കമ്പ്യൂട്ടറിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ബീലിയൽ അഥവാ ബൽത്താസറിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ശേഷം കോൾഡർ വീണ്ടും ക്ലോയിയുടെ സഹായം ആവശ്യപ്പെടുന്നു. ബാർ നശിപ്പിച്ചതിനെ പ്രതികാരം ചെയ്യാമെന്നും തന്റെ കൂടെ നിന്നാൽ ക്ലോയിയെ സംരക്ഷിച്ചു കൊള്ളാമെന്നും കോൾഡർ പറയുന്നു. ഒടുവിൽ ക്ലോയി സമ്മതിക്കുന്നു. എന്നാൽ ബാർ നശിപ്പിക്കപ്പെട്ടതിനാൽ മെമ്മറി പോഷന് വേണ്ടി ആവശ്യമുള്ള ചെടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി ഒരു സുഹൃത്തിനെ വിളിച്ച് അന്വേഷിച്ച ശേഷം അവളുടെ വീട്ടിലേക്ക് കോൾഡറും
ക്ലോയും കൂടി പോവുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ആ ചെടി അവിടെ കാണാനില്ലായിരുന്നു. മാത്രമല്ല ക്ലോയിയുടെ കൂട്ടുകാരിയെ ബീലിയൽ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. അത് കണ്ട ക്ലോയി ആകെ തകർന്നു പോകുന്നു. അപ്പോൾ ക്ലോയിയുടെ ഫോണിലേക്ക് വീണ്ടും മരിച്ചു കിടക്കുന്ന സുഹൃത്തിന്റെ കോൾ വരുന്നു. അത് കണ്ട് ഞെട്ടിയ ക്ലോയി ഫോൺ സ്പീക്കർ ഫോണിലിടുന്നു. അത് ബീലിയലായിരുന്നു. ഇനിയും ഇതുപോലുള്ള അറ്റാക്കുകൾ വരുന്നുണ്ടെന്ന ഭീഷണിയായിരുന്നു അത്. വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ അവർ അപകടകാരിയായ മറ്റൊരു മന്ത്രവാദിനിയായ ഡാനിക്കിനെ കാണാൻ പോകുന്നു. അവിടെ എത്തിയ കോൾഡറിന്റെ ആവശ്യം അംഗീകരിച്ച ഡാനിക് ആ ചെടി കൊടുക്കാമെന്ന് പറയുന്നു. ക്ലോയി ആ ചെടി ചെക്ക് ചെയ്യുമ്പോൾ ഡാനിക് മാജിക്കിലൂടെ തന്ത്രപരമായി കോൾഡറിനെ മറ്റൊരു മായാലോകത്തിലേക്ക് തള്ളിവിടുന്നു. തന്റെ കുടുംബത്തിന്റെ ഓർമ്മകളിലേക്കാണ് കോൾഡർ പോയത്. അതായത് ഡാനിക് ഒരു വഞ്ചകിയായിരുന്നു. ഡാനിക്കിന്റെ ആളുകൾ ക്ലോയിയെ പിടികൂടുന്നു. കോൾഡർ ഒരു മെമ്മറി സ്പെല്ലിൽ പെട്ടുപോയിരിക്കുകയാണ്. അതേസമയം മായാലോകത്ത് തന്റെ ഫാമിലിയെ കണ്ട കോൾഡർ സന്തോഷവാനാകുന്നു. പക്ഷെ ഓരോ തവണയും ക്ലോയി കോൾഡറിന് മുന്നിൽ വരികയും ഇതെല്ലാം തോന്നലുകളാണ്, നിങ്ങൾ ഇവിടെ ട്രാപ്പിൽ പെട്ടുപോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പരിശ്രമത്തിന് ശേഷം അവസാനം ക്ലോയി കോൾഡറിനെ മെമ്മറി സ്പെല്ലിന് പുറത്തെത്തിക്കുന്നു. പുറത്തെത്തിയ കോൾഡർ കാണുന്നത് ഡാനിക്കിന്റെ ആളുകൾ അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതാണ്. സമനില തിരിച്ചു കിട്ടിയ കോൾഡർ എല്ലാവരെയും ഇടിച്ച് പപ്പടമാക്കുന്നു. കൂടാതെ അവർ പിടിച്ചുവെച്ച ക്ലോയിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. ശേഷം ഡാനിക്കിനെ കോൾഡർ ചോദ്യം ചെയ്യുന്നു. ഡാനിക്കിന്റെ കഴുത്തിലെ മാല പൊട്ടിച്ചെടുത്ത് അതിനുള്ളിലെ കല്ല് പൊട്ടിക്കാൻ ശ്രമിച്ചതും ഡാനിക് സത്യം പറയാൻ തയ്യാറാവുന്നു. ബീലിയലിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലെന്നും ശവങ്ങൾ അടക്കം ചെയ്യുന്ന സ്ഥലത്തെ മണ്ണ് കണ്ടെത്താൻ മാത്രമാണ് അവനെ സഹായിച്ചതെന്നും ഡാനിക് പറയുന്നു. ഡാനിക് കോൾഡറിനോട് അപേക്ഷിച്ചതിന്റെ ഫലമായി കോൾഡർ കല്ല് നശിപ്പിക്കാതെ അവിടെ നിന്നും പോകുന്നു. പക്ഷേ ക്ലോയി ആ കല്ല് കൈക്കലാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അതോടെ സൗന്ദര്യമുള്ള മുഖം മാറി വൃദ്ധയായ ഡാനിക്കിന്റെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നു. ശേഷം റോഡിൽ വെച്ച് കോൾഡറും ക്ലോയും തമ്മിൽ സംസാരിക്കുന്നു. അവിടെ വെച്ച് അവളൊരു ഡ്രീം വാക്കർ ആണെന്ന് കോൾഡറിന് മനസ്സിലാകുന്നു. അതായത് അവൾക്ക് ആ ചെടിയുടെ സഹായമില്ലാതെ തന്നെ മറ്റൊരാളുടെ മൈൻഡിൽ കയറാൻ സാധിക്കും. പക്ഷെ തന്റെ കഴിവിനെ ക്ലോയിക്ക് ഭയമാണ്. കാരണം ആ കഴിവ് ക്ലോയി തന്റെ സഹോദരനിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ സഹോദരൻ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ കോൾഡർ അവളെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. മന്ത്രവാദികളുടെ ചരിത്രം മുഴുവൻ ആ സ്ഥലത്തുണ്ടായിരുന്നു. ക്ലോയിക്ക് അവളുടെ പാരമ്പര്യത്തെക്കുറിച്ച് കോൾഡർ പറഞ്ഞു കൊടുക്കുന്നു. കോൾഡർ മരണമില്ലാത്തവനായതുകൊണ്ട് തന്നെ അവരുടെ ശക്തി ഉപയോഗിച്ച് കോൾഡറും ക്ലോയിയും വീണ്ടും കോൾഡറിന്റെ പഴയകാല ഓർമ്മകളിലേക്ക് പോകുന്നു. മന്ത്രവാദികളുടെ രാജ്ഞിയെ പണ്ട് കോൾഡർ കൊന്ന അതേ രാത്രിയിലേക്ക് വീണ്ടും ഓർമ്മയിലൂടെ അവരെത്തുന്നു. കത്തിക്കരിഞ്ഞ കോൾഡറിനെയും മന്ത്രവാദികളുടെ രാജ്ഞിയെയും അവിടെ കാണാം. അപ്പോഴേക്കും കോൾഡറിന്റെ അന്നത്തെ സുഹൃത്തുക്കൾ അങ്ങോട്ടേക്ക് വരുന്നു. കോൾഡറിന്റെ കത്തിക്കരിഞ്ഞ പോലുള്ള ശരീരത്തിൽ തൊട്ടതും കോൾഡർ അലറാൻ തുടങ്ങി. അയാൾ മരിച്ചിട്ടില്ലായിരുന്നു. അതേസമയം കത്തി നശിച്ച മന്ത്രവാദികളുടെ രാജ്ഞിയുടെ ഹൃദയം ഇപ്പോഴും മിടിക്കുന്നുണ്ടായിരുന്നു. ആദ്യ ഡൊലാൻ ആ ഹൃദയത്തിൽ കൈകൾ അമർത്തിയതും കോൾഡർ അലറാൻ തുടങ്ങി. അതായത് മന്ത്രവാദികളുടെ രാജ്ഞിയുടെ ഹൃദയം നശിപ്പിച്ചാൽ കോൾഡറും മരിക്കും. അതുകൊണ്ട് തന്നെ ആ ഹൃദയം ആരും അറിയാതെ ആദ്യത്തെ ഡോലാൻ സൂക്ഷിക്കുന്നു. 36ാമത്തെ ഡോലന് രാജ്ഞിയുടെ ഹൃദയം എവിടെയാണെന്നറിയാം. അതുകൊണ്ടാകാം ബീലിയൽ 36ാമത്തെ ഡോലനെ പീഡിപ്പിച്ചത്. ആ ഹൃദയം ഉപയോഗിച്ച് രാജ്ഞിയെ തിരികെ കൊണ്ടുവരികയാവും ബീലിയലിന്റെ ലക്ഷ്യമെന്ന് ക്ലോയി പറയുന്നു. അതേസമയം ബീലിയൽ മാക്സിനെ തട്ടിക്കൊണ്ടുപോയി ഒരു വനപ്രദേശത്തെ മരത്തിൽ കെട്ടിയിടുന്നു. രാജ്ഞിക്കായി കുരുതി കൊടുക്കാനായിരുന്നു അയാളെ അവിടെ കൊണ്ടുവന്നത്. ആ പ്രദേശം മുഴുവൻ ശവപ്പറമ്പിലെ മണ്ണ് വിതറിയിരുന്നു. ശേഷം രാജ്ഞിയുടെ ഹൃദയം ആ മണ്ണിലേക്ക് വെക്കുന്നു. അതുവഴി രാജ്ഞി ഉയർത്തെണീക്കുകയും മാക്സിനെ കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം കോൾഡർ കത്തീഡ്രലിലേക്ക് പോവുകയും 37ാമത്തെ ഡോലനോട് ചൂടാകുകയും ചെയ്യുന്നു. കാരണം ഓർഗനൈസേഷനിലെ ആരും ഈ രഹസ്യം, അതായത് രാജ്ഞിയുടെ ഹൃദയം സൂക്ഷിച്ചിരുന്ന കാര്യം കോൾഡറിനെ അറിയിച്ചിരുന്നില്ല. 37ാമത്തെ ഡോലനും ഈ വിവരം അറിയാമായിരുന്നു. 36ാമത്തെ ഡോലൻ ആ ഹൃദയം നശിപ്പിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകാൻ ചിന്തിച്ചിരുന്നു. കൂടെ തന്നെ ബീലിയലിന്റെ ലൊക്കേഷൻ അയാൾ കോൾഡറിന് നൽകുന്നു. നിമിഷങ്ങൾക്കകം കോൾഡർ രാജ്ഞി ഉയർത്തെണീറ്റ വൃക്ഷത്തിന് മുന്നിലെത്തുന്നു. അവിടെ വെച്ച് മന്ത്രവാദികളുടെ രാജ്ഞി മാക്സിനെ പൊസസ് ചെയ്തത് കോൾഡർ കാണുന്നു. പെട്ടെന്ന് ക്ലോയി കോൾഡറിന് പുറകിലെത്തുന്നു. കോൾഡറിന്റെ ശ്രദ്ധ തിരിഞ്ഞതും ക്ലോയിയുടെ രൂപത്തിൽ വന്ന ബീലിയൽ മാജിക് ട്രിക്ക് ഉപയോഗിക്കുകയും കോൾഡറിന് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നു. പക്ഷേ കോൾഡർ ഉടൻ തന്നെ കത്തിയെടുത്ത് ബീലിയലിന് നേരെ എറിയുന്നു. ആ കത്തി കഴുത്തിൽ തറച്ച് ബീലിയൽ മരിക്കുന്നു. കോൾഡറിന്റെ ശ്രദ്ധ തിരിഞ്ഞ ഈ സമയത്ത് രാജ്ഞി മരത്തിന്റെ വേരുകൾ ഉപയോഗിച്ച് കോൾഡറിന്റെ ശരീരത്തിൽ കുത്തുകയും മരിക്കാതിരിക്കാനുള്ള കോൾഡറിന്റെ കഴിവിനെ, അതായത് ഇമ്മോർട്ടാലിറ്റിയെ എടുക്കുകയും ചെയ്യുന്നു. അതായത് ഇമ്മോർട്ടാലിറ്റി എന്നത് രാജ്ഞിയുടെ ശാപമല്ലായിരുന്നു. അതായത് അവരുടെ ശരീരം വീണ്ടെടുക്കുന്ന സമയത്ത് തിരികെ എടുക്കാനും സേഫായി സൂക്ഷിക്കാനുമായിരുന്നു അങ്ങനെ ചെയ്തത്. മാക്സിന്റെ ഷേപ്പ് ഒക്കെ മാറുകയും രാജ്ഞി ഉയർത്തെണീക്കുകയും ചെയ്യുന്നു. മാജിക് ഉപയോഗിച്ച് രാജ്ഞി കോൾഡറിനെ ആക്രമിച്ചെങ്കിലും കോൾഡർ തിരികെ തോക്കിൽ നിന്നും വെടിയുതിർക്കുന്നു. അപ്പോഴേക്ക് രാജ്ഞി അവിടെ നിന്നും കാണാതാകുന്നു. കോൾഡർ തിരികെ 36ാമത്തെ ഡോലന്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പോഴേക്കും അദ്ദേഹം മയക്കത്തിൽ നിന്നും ഉണർന്നിരുന്നു. ബീലിയൽ മരിച്ചു പോയതിനാൽ അയാളുടെ മാന്ത്രിക സ്പെല്ലിൽ നിന്നും 36ാമത്തെ ഡോലൻ മോചിതനായിരുന്നു. പക്ഷേ കോൾഡർ അത്ര ഹാപ്പിയല്ല. കാരണം രാജ്ഞി കറുത്ത പ്ലേഗ് മനുഷ്യവംശത്തിന് മേൽ വീണ്ടും പടർത്തുമെന്ന് കോൾഡറിന് അറിയാം. 800 വർഷങ്ങൾക്ക് മുമ്പ് അതുമൂലമായിരുന്നു കോൾഡറിന്റെ കുടുംബം ഇല്ലാതായത്. രാജ്ഞിയെ തടയാൻ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കോൾഡർ ആകെ വിഷമിക്കുന്നു. പക്ഷെ നീ ഒരിക്കൽ മന്ത്രവാദികളുടെ രാജ്ഞിയെ കൊന്നതാണ്, അത് നീ മറക്കരുത്. അതുകൊണ്ട് തന്നെ രാജ്ഞിയെ തടയാൻ നിനക്ക് മാത്രമേ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞ് 36ാമത്തെ ഡോലാൻ നമ്മുടെ കോൾഡറിന് ആത്മവിശ്വാസമൊക്കെ നൽകുന്നുണ്ട്. ആത്മധൈര്യം
മനോധൈര്യം വീണ്ടെടുത്ത കോൾഡർ തന്റെ ശക്തമായ വാൾ വീണ്ടും എടുക്കുന്നു. കൂടാതെ കുറച്ച് റൂണുകളും. ശേഷം ക്ലോയിയെയും 37ാമത്തെ ഡോലനെയും കൂട്ടി അവർ കൗൺസിൽ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെയാണ് ശത്രുക്കളുടെ കയ്യിൽപ്പെടാതെ പ്ലേഗ് മര സൂക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ അവിടെയുള്ള ജയിലിലാണ് കോൾഡർ പിടികൂടിയ ശക്തരായ മന്ത്രവാദികളെ പൂട്ടിയിട്ടിരിക്കുന്നത്. എന്നാൽ അവിടെ എത്തി അവർ മരിച്ചു കിടക്കുന്ന ഗ്ലേസറിനെ കാണുന്നു. അതായത് രാജ്ഞി ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. പ്ലേഗ് പരത്തി മനുഷ്യരെ ഉന്മൂലനം ചെയ്യുക എന്ന് തന്നെയാകും അവരുടെ ലക്ഷ്യം. മന്ത്രവാദികളെ പൂട്ടിയിട്ടിരിക്കുന്ന ഗുഹയിലേക്ക് അവരെത്തി. അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന മന്ത്രവാദികളുടെ മനസ്സുകളെ കണക്ട് ചെയ്ത് ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്ഞി. കോൾഡർ അവിടെയുള്ള ഭിത്തി പൊളിച്ച് അതിൽ നിന്നും മുൻപ് പിടികൂടിയ എലിക്കിനെ പുറത്തെടുക്കുന്നു. എലിക്കാണെങ്കിൽ പ്ലേഗ് സ്പെൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എലിക്കിനെ ഇതിൽ നിന്ന് തടയാൻ ക്ലോയി അവന്റെ മനസ്സിനുള്ളിലേക്ക് കയറുന്നു. പക്ഷേ എലിക് പുറത്തെത്തിയതറിഞ്ഞ സെന്റിനൽ ഉണരുന്നു. എന്നാൽ എലിക്കിനെ പുറത്തു നിർത്തിയാൽ മാത്രമേ ആ മന്ത്രം ചൊല്ലുന്നത് തടയാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഡോലനും കോൾഡറും സെന്റിനലിനെ നേരിടുന്നു. പക്ഷെ ബുള്ളറ്റുകൾക്ക് അതിനെ ഒന്നും ചെയ്യാനായില്ല. മാത്രമല്ല സെന്റിനൽ കോൾഡറിനെ ദൂരേക്ക് വലിച്ചെറിയുന്നു. പക്ഷെ കോൾഡർ സെന്റിനലിന്റെ മുകളിൽ കയറി ആ വാൾ അതിന്റെ തലയിലേക്ക് കുത്തിയിറക്കുന്നു. കൂടാതെ അതിന്റെ വീക്ക് സ്പോട്ടായ സ്ഥലത്തേക്ക് വെടിവെക്കുകയും ചെയ്യുന്നു. അതോടെ സെന്റിനൽ അവിടെ മരിച്ചു വീഴുന്നു. അതേസമയം എലിക്കിന്റെ മനസ്സിലെത്തിയ ക്ലോയി അവനെ കുത്തി കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കിയ എലിക് അവളെ തിരികെ ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വിധത്തിൽ ക്ലോയി എലിക്കിനെ തിരികെ ആക്രമിക്കുകയും റൂട്ട് ഹോളിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. അതോടെ ഈ മന്ത്രം ജപിക്കുന്നതൊക്കെ നിൽക്കുന്നു. ക്ലോയി എലിക്കിന്റെ മനസ്സിൽ നിന്നും റിയാലിറ്റിയിലേക്ക്, അതായത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. അപ്പോഴേക്കും കോൾഡർ രാജ്ഞിയെ നേരിടാൻ പോവുകയാണ്. എന്നാൽ രാജ്ഞി ഇല്യൂഷനിലൂടെ കോൾഡറിനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. രാജ്ഞിയും കോൾഡറും ഏറ്റുമുട്ടുന്നു. കോൾഡർ ഇപ്പോൾ ഇമ്മോർട്ടൽ അല്ലാത്തത് കൊണ്ട് തന്നെ രാജ്ഞിയുടെ ഓരോ ആക്രമണവും കോൾഡറിൽ പരിക്കേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചാക്രമിച്ച് രാജ്ഞിയെ കുത്താൻ ശ്രമിച്ചതും പെട്ടെന്ന് ആ ഇല്യൂഷൻ ഇല്ലാതാവുകയാണ് ഉണ്ടായത്. തിരികെ റിയാലിറ്റിയിൽ കോൾഡർ തന്റെ കയ്യിലുള്ള ഒരു റൂൺ ഉപയോഗിക്കുകയും അതുവഴി തന്റെ വാളിൽ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം അതുപയോഗിച്ച് രാജ്ഞിയെ ആക്രമിക്കുന്നു. അവസാനത്തെ അടിയിലൂടെ രാജ്ഞിയെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതും 37ാമത്തെ ഡോലാൻ ക്ലോയിയുടെ കഴുത്തിൽ തോക്ക് വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. അതായത് 37ാമത്തെ ഡോലനും ഒരു മന്ത്രവാദിയാണ്. പക്ഷെ മാജിക് കാണിക്കാനുള്ള കഴിവ് അവനില്ല. മന്ത്രവാദികളായ മാതാപിതാക്കളെ അവൻ കുഞ്ഞായിരുന്നപ്പോൾ കോൾഡർ ആയിരുന്നു കൊന്നത്. ആ വൈരാഗ്യ നിമിത്തം 37ാമത്തെ ഡോലൻ കോൾഡറിനെ ഷൂട്ട് ചെയ്യുകയും ക്ലോയിയെ രാജ്ഞിക്ക് കൈമാറുകയും ചെയ്യുന്നു. ക്ലോയി ഡ്രീം വാക്കറാണെന്ന് മനസ്സിലാക്കിയ രാജ്ഞി അവളെ ഉപയോഗിച്ച് സ്പെൽ വീണ്ടും തുടങ്ങുന്നു. അങ്ങനെ ഒടുവിൽ ആ നഗരം മുഴുവൻ രാജ്ഞി പ്ലേഗ് രോഗം പരത്തുകയാണ്. അതേസമയം രാജ്ഞിയെ സഹായിച്ചതിന് മാജിക് ചെയ്യാനുള്ള കഴിവ് നൽകണമെന്ന് 37ാമത്തെ ഡോലാൻ രാജ്ഞിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴല്ലേ രസം. രക്തത്തിൽ മാജിക് ഇല്ലാത്തവർ വേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഞി 37ാമത്തെ ഡോലാന്റെ കഥ കഴിക്കുന്നു. അതേസമയം ബോധരഹിതനായി കിടന്ന കോൾഡർ വീണ്ടും തന്റെ ഭാര്യയെയും മകളെയും കാണുന്നു. അവർ കോൾഡറിനെ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുകയും വീണ്ടും ട്രൈ ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. കോൾഡർ ബോധത്തിലേക്ക് വരികയും സിനിമയുടെ തുടക്കത്തിൽ വിമാനത്തിൽ നിന്നും കോൾഡറിന് ലഭിച്ച വെതർ റൂൺ അവന്റെ വാളിലേക്ക് ഉപയോഗിക്കുന്നു. അതുമൂലം അവിടെ ശക്തമായ മഴയും ഇടിമിന്നലും ആരംഭിക്കുന്നു. ആ വാൾ കോൾഡർ വളരെ ശക്തിയോടെ മന്ത്രവാദികളുടെ രാജ്ഞിയുടെ നേരെ വലിച്ചെറിയുന്നു. അതുവഴി രാജ്ഞി കൊല്ലപ്പെടുകയും ഇമ്മോർട്ടാലിറ്റി കോൾഡറിന് തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. അവന്റെ മുറിവുകൾ ഉണങ്ങുന്നതിനോടൊപ്പം പ്ലേഗ് എന്ന മഹാരോഗം ആ നഗരത്തിൽ നിന്നും ഇല്ലാതാകുന്നു. രാജ്ഞിയുടെ ശവശരീരം കരിഞ്ഞില്ലാതാകുന്നു. എന്നാൽ ഹൃദയം പിന്നെയും മിടിച്ചുകൊണ്ടിരുന്നു. തന്റെ ജീവൻ വകവയ്ക്കാതെ ആ ഹൃദയം കോൾഡർ വെട്ടിനുറുക്കാൻ പോയപ്പോഴേക്കും ക്ലോയി തടയുന്നു. കാരണം ഈ ലോകത്ത് ശക്തരായ ദുർമന്ത്രവാദികൾ ഇനിയുമുണ്ട്. അവർക്കെതിരെ പോരാടാൻ കോൾഡറിനെ ഈ ലോകത്തിന് വേണം. കൂടാതെ ആ ഹൃദയം അവൾ സേഫായി സൂക്ഷിച്ചു കൊള്ളാമെന്നും ഇനി കോൾഡറിനൊപ്പം പോരാടാൻ എന്നും താനുമുണ്ടെന്നും ക്ലോയി പറയുന്നു. അതായത് ക്ലോയിക്ക് നമ്മുടെ കോൾഡറിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് കോൾഡറും 36ാമത്തെ ഡോലനും തമ്മിൽ സംസാരിക്കുന്നതാണ്. താനിനി ഈ ഓർഗനൈസേഷന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് കോൾഡർ 36ാമത്തെ ഡോലനോട് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ക്ലോയിയുമായി തന്റെ അടുത്ത അഡ്വഞ്ചറിനെ കോൾഡർ പുറപ്പെടുന്നതാണ്. അതോടെ ലാസ്റ്റ് വിച്ച് ഹണ്ടർ എന്ന ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.